സമസ്ത കേരള ജമീയത്തുലമയുടെ 100-ാം വാർഷികം ഈ വരുന്ന 2026 എല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഫെബ്രുവരി 4 മുതൽ 8 വരെയുള്ള തീയതികളിൽ കുനിയിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടും. അപ്പൊ അതിനു വേണ്ടി നമ്മളൊക്കെ സജ്ജരാകുക, എല്ലാ നിലക്കും നമ്മൾ സജ്ജരാകുക. സജ്ജരായി ആ സമ്മേളനം ഒരു വലിയ ചരിത്ര പ്രസിദ്ധമായ സമ്മേളനമാക്കി തീർക്കണം. അതൊരു അഖിലേന്ത്യ ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സ്വഭാവത്തിലാണ് ഇവിടെ കേരളത്തിൽ വെച്ച് നടത്തപ്പെടുകയാണെങ്കിലും ആ സ്വഭാവത്തിലാണ്. ദേശീയമായിട്ടുള്ള അന്തർദേശീയമായിട്ടുള്ള ഒക്കെയുള്ള പണ്ഡിതന്മാരും പ്രമുഖരൊക്കെ അതിൽ പങ്കെടുക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളതായ പ്രമുഖരും പഠനാർഹമാവുന്നതായ പല ക്ലാസ്സുകളും അവിടെ വെച്ചുകൊണ്ട് നടത്തപ്പെടും. 100ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ 20 പുസ്തകങ്ങൾ ഇവിടെ പ്രസിദ്ധീകരിച്ചു. അതിന്റെ ഉദ്ഘാടനം നടത്തപ്പെടും. ഇനി 80ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാണ്ട് ബൃഹത്താവുന്നതായ ഒരു സുവനീറും അവതരിപ്പിക്കപ്പെടാൻ. അതൊക്കെ സമ്മേളനത്തിന്റെ മുമ്പായിക്കൊണ്ട് പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ച് അതിന്റെ ഉദ്ഘാടനങ്ങളൊക്കെ നടത്തപ്പെടും. ഇപ്പൊ 20 അങ്ങനെ നടത്തപ്പെട്ടു. ഈ ബാക്കി 80ഓളം ബാക്കിയുണ്ട്. അതിന്റെ എല്ലാം പുറമെ സുവനീർ അന്ന് അവിടെ വെച്ചുകൊണ്ട് പ്രകാശനം ചെയ്യപ്പെടുകയും ചെയ്യും. 33,000 ചില്ലാന ആളുകളെയാണ് നമ്മൾ ക്യാമ്പിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉമർഫൈദി ഇവിടെ സൂചിപ്പിച്ചതുപോലെ 25 ലക്ഷത്തോളം ആളുകൾ ഇതിൽ പങ്കെടുക്കും. അതിനെപ്പറ്റിയും പല ദുഷ്പ്രചരണങ്ങളും അവിടെ നടത്താനായിട്ട് ഞാൻ അയാളെ മൂപ്പരേറ്റ് സംസാരിച്ചതാണ്. അയാളിപ്പോ വന്നിട്ടുണ്ടെന്ന് ഞാനും അയാളുമായി സംസാരിച്ചു. അയാൾ പറഞ്ഞു, ഇത് ഞാനാണിത് ഏറ്റുകൊണ്ടത്, എല്ലാ സൗകര്യങ്ങളും ഞാൻ ഇവിടെ ചെയ്തു തരും. അവിടെ ചെയ്യേണ്ട അയാൾ ചെയ്യാൻ പറ്റിയ സൗകര്യങ്ങളൊക്കെ അയാൾ അവിടെ ചെയ്തു തരും. അപ്പൊ അതുകൊണ്ട് അത് അത് മുടക്കാൻ വേണ്ടി നല്ല വാക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള മുടക്കലുണ്ടല്ലോ, അത് നടക്കുന്നുണ്ട് പലരും പല ഭാഗത്തും. എന്തിനപ്പം അത് ഇവിടെ ചെയ്ത് കൊടുത്ത് വേറെ എവിടെയെങ്കിലും ആക്കിയ പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ഉപാധികൾ പറഞ്ഞാൽ. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് അങ്ങനത്തെ ഒരു ഉപാധിയില്ല, എനിക്ക് അങ്ങനെ ആരോടും ഒരു ബാധ്യതയില്ല, ഞാൻ വേറൊരു ചിന്താഗതിക്കാരനാണ്. മൂപ്പർ നല്ലൊരു സാലിഹായ മനുഷ്യനാണ്. മനസ്സിലായില്ലേ? നമ്മൾ എങ്ങനെങ്കിലും പറഞ്ഞു കണ്ടിട്ടുണ്ടല്ലോ, എന്തെങ്കിലും സ്വകാര്യം പറഞ്ഞ് തെറ്റിക്കാൻ പറ്റിയ ഒരാളല്ല അയാള്. മൻ അദ്ദസ ഇലൈക്ക് അദ്ദസ അൻകാന്നാ. നിന്നെ പറ്റി നിന്നോട് വേറൊരുത്തന്റെ സ്വകാര്യം വന്നുകാണ്ട് ഒരുത്തം പറഞ്ഞാൽ അവനെ വിശ്വസിക്കരുത്. അദ്ദസ അൻക, അവൻ നിന്നെ പറ്റി മറ്റവരോട് പോയി പറയും. അതാണ് അറബിയിലുള്ളൊരു ആപ്തവാക്യമുള്ളത്. അപ്പൊ നമ്മളോട് വന്ന് പറയും ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവ നമ്മളെ വളരെയധികം അടുത്തൊരു സുഹൃത്താണ്, തുറന്ന് അവരോട് സംസാരിക്കാൻ തുടങ്ങും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ മറ്റവരോട് പോയിട്ട് നമ്മളെ പറ്റിയും പറയും. അതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും സമസ്ത കേരള ജമീയത്തുലമ ഏതെങ്കിലും വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾക്കൊന്നും സമസ്ത കേരള ജമീയത്തുലമ എതിരല്ല. സമസ്ത കേരള ജമീയത്തുലമയുടെ ആളുകൾ ഏതെങ്കിലും സംഘടന, ഇപ്പൊ ഞാൻ എന്റെ പുസ്തകത്തിലൊന്നും ഏതെങ്കിലും സംഘടനകള് മതസംഘടന